യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. എൻ്റെ പേര് ജിൻസൺ ഡൊമിനിക്. ജോലി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറാണ്. എൻ്റെ സ്റ്റേഷനിലെ ഒരു ASI, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖാന്തരമാണ് ഈ ധ്യാൻ സെന്ററിനെ പറ്റി ഞാൻ അറിയുന്നത്. കഴിഞ്ഞ ജനുവരി മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ധ്യാനം കൂടാൻ വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ധ്യാനം കൂടാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ജോലിഭാരം അല്ലെങ്കിൽ എൻ്റെ ഈ സ്വഭാവം ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ്. എൻ്റെ വിക്ടിംസാണ് എൻ്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സും സഹപ്രവർത്തകരും. അതുപോലെ തന്നെ ഞാൻ കൺഫ്രണ്ട് ചെയ്യുന്ന കുറ്റവാളികളും എല്ലാം എൻ്റെ മുൻകോപത്തിൻ്റെ ദേഷ്യത്തിൻ്റെ വിക്ടിംസാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തന്നെ സമ്മർദ്ദം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ശാന്തമായിട്ടിരിക്കാൻ ഒരിടം, അങ്ങനെ ഒരു ധ്യാന സെന്റർ അന്വേഷിച്ച് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ധ്യാന സെന്ററിനെ പറ്റി അറിവ് കിട്ടുന്നത്. അങ്ങനെ ഒരു ധ്യാനം കൂടാൻ വന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ ശാന്തമായിട്ട് മനസ്സിനെ ലഘുവാക്കുന്ന വിധത്തിൽ മനസ്സിന്റെ ഭാരമൊക്കെ കുറയുന്ന വിധത്തിൽ ഒരു മനോഹരമായ ധ്യാനമാണ് എനിക്ക് ജനുവരി മാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. നല്ല ക്ലാസ്സുകളും നല്ല ശാന്തമായ നല്ല മനോഹരമായ പാട്ടുകളും കൊണ്ട് മനോഹരമായിരുന്ന ധ്യാനം. ഈ ധ്യാനത്തിന് എനിക്ക് ഉണ്ടായ 3 അനുഭവങ്ങൾ. ഒന്ന് വെച്ചാൽ കുമ്പസാരമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന് ചെറുപ്പം മുതലേ എന്നെ ഞാൻ ചെയ്തിട്ടുള്ള, എനിക്ക് ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിധത്തിലുള്ള പാവങ്ങൾ കുമ്പസാരത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, എങ്കിലും മുഴുവൻ അടുത്തറ ഇളകുന്ന വിധത്തിലുള്ള നല്ലൊരു കുമ്പസാരിച്ചു. പരിസരമാണ് സ്വീകരിച്ചപ്പോൾ തന്നെ മനസ്സ് വളരെയധികം ശാന്തമായി. പിന്നെ നല്ല മനോഹരമായ കൗൺസിലിംഗ് ആണ് ഈ ധ്യാൻ സെന്ററിന്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം. ഞാൻ ഒന്നും സംസാരിച്ചില്ല. കൊന്തയില എന്നോട് പറഞ്ഞ് ഞാൻ കൊന്തയിലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊന്തയിലിന് ശേഷം കൗൺസിലിംഗ് ഇരുന്ന കൗൺസിലർ ഇങ്ങോട്ടാണ് പറഞ്ഞത് ഓരോ കാര്യങ്ങൾ. ഞങ്ങൾക്ക് പ്രൂവൽ കൊടുക്കാതെ തന്നെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, എൻ്റെ ഭാര്യയെ പറ്റി, എൻ്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് സത്യമായതുകൊണ്ട്, പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമായതുകൊണ്ട് തന്നെ എനിക്ക് ആ കൗൺസിലിംഗ് വളരെയധികം ഗുണം ചെയ്തു. തുടർന്ന് ദശാംശ കുടുംബത്തിൻ്റെ ക്ലാസ്, ആ ക്ലാസ് ഞാൻ സാവൂതം ശ്രദ്ധിച്ചു. അതിലെ വചനങ്ങളൊക്കെ ഞാൻ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്തിട്ടു. ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു ഞാൻ ദശാംശ കുടുംബത്തിൽ ഒരു പ്രകൃതക്കാരല്ല. വീണ്ടും ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ഇത്രയധികം ശമ്പളമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള എനിക്ക് എല്ലാ മാസവും കടമാണ്. അനാവശ്യമായിട്ട് യാതൊരു ചെലവുകളോ ദുശീലങ്ങളോ കാര്യമായിട്ട് ഒന്നും തന്നെ എനിക്കില്ലാത്ത ആളാണ്. എങ്കിൽ പോലും എല്ലാ മാസവും കടം, ഭാര്യയുടെ സ്വർണം പണയം വെക്കുന്നു, സ്വർണ്ണങ്ങളൊക്കെ വിൽക്കുന്നു. എല്ലാം ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സംഭവിക്കുന്നത്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിരുന്നു, ഇതെങ്ങനെ ഈ പണമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. ഞാനൊരു ദശാംശം കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ജോസ് ബ്രദർ പറഞ്ഞു, ഈ പള്ളിയുടെ ഗ്രോട്ടോ, ഈ ധ്യാന സെന്ററിലെ ഗ്രോട്ടോ പണി പൂർത്തിയായിട്ടില്ല, അതിനുവേണ്ടിയിട്ട് ആർക്കെങ്കിലും സംഭാവന തരാൻ താല്പര്യമുണ്ടെങ്കിൽ കൈവെക്കാൻ പറഞ്ഞു. അപ്പൊ ദശാംശം ആയിട്ട് ഞാൻ മനസ്സിൽ കണ്ട തുക കൊടുക്കാൻ വേണ്ടി ഞാൻ കൈവെക്കി. അത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഭയങ്കരമായ മുല്ലപ്പൂവിന്റെ സുഗന്ധവാഹിനി അമ്മേ എന്നാണല്ലോ പറഞ്ഞത്. അമ്മയുടെ ഈ ഒരു സുഗന്ധം കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ഞാൻ ഫോറസ്റ്റ് കളരുന്ന കാലഘട്ടത്തില് ചന്ദനക്കാട്ട് ജോലി തട്ടിലാണ്. ആ കാലഘട്ടത്തിൽ പോലും ഒരിക്കലും ഒരു നല്ല സുഗന്ധം ഫീൽ ചെയ്തിട്ടില്ല. ആ ഹാള് മൊത്തം നിറഞ്ഞ് നിൽക്കുന്ന അതിശക്തമായ സുഗന്ധം അവിടെ അനുഭവപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഹാളുണ്ടായിരുന്ന എല്ലാ ധ്യാനത്തിലെ പങ്കെടുത്ത എല്ലാവർക്കും അനുഭവപ്പെട്ടു. അതിന്റെ വിശ്വാസത്തെ ഊട്ടിയിറക്കിച്ചു എന്ന് തന്നെ പറയാം. തുടർന്ന് ഞാൻ ജനുവരി മാസത്തെ ധ്യാനത്തിന് ശേഷം ഈ മാർച്ച് മാസമാണ് ധ്യാനം കൂടാൻ വരുന്നത്. ഈ കാലഘട്ടത്തിൽ എൻ്റെ സ്വഭാവത്തിന്റെ വ്യത്യാസം എൻ്റെ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുന്നു. എൻ്റെ ദേഷ്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു. വളരെ സൗഹൃദത്തോടു കൂടി ഭാര്യയോടും മക്കളോടും സഹപ്രവർത്തകരോടും സംസാരിക്കുന്നതിന് സഹപ്രവർത്തകരും ഭാര്യയും മക്കളും ഒക്കെ തന്നെ സാക്ഷിയാണ്. എൻ്റെ മുമ്പിൽ വന്ന പ്രതികളെ പോലും ഞാൻ ദൈവത്തിനെ ഈശോയെ മാതാവിനെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടുള്ളത്. അതിന് തന്നെ അടിസ്ഥാനപരമായിട്ട് മനോഹരമായ 2 അറസ്റ്റുകൾ തന്നെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രതി മയക്കുമരുന്ന് കേസിലെ MDMA കേസിലെ കുറ്റവാളികളായിട്ടുള്ള 2 പ്രതികൾ, ഒരാൾ കൊടക്, ഒരാൾ ബാംഗ്ലൂർ. രണ്ടുപേരും ബാംഗ്ലൂർ ബേസ് ചെയ്ത് കേരളത്തിലേക്ക് ഒരുപാട് മയക്കുമരുന്നുകൾ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള 2 പ്രമാദമായിട്ടുള്ള മയക്കുമരുന്ന് കേസിലെ അതിലെ പെഡലേഴ്സാണ്. മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഒഴുക്കുന്ന 2 കുറ്റവാളികളാണ്. അപ്പൊ ഈ ഒരു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറും, ഒരു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാനുമാണ്. ഇൻസ്പെക്ടറും ASP ഒക്കെ പറഞ്ഞ് പോയി അന്വേഷണം കാണിക്കാതിരിക്കാൻ പറ്റില്ല, അന്വേഷണം കാണിച്ചിട്ട് വരും, പിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രതിനെങ്കിലും പിടിച്ചോണ്ട് വരിക എന്നാണ്. ഞാൻ കുടകിൽ ചെന്നിട്ട് പരിശ്രമിച്ചിട്ട് എത്താതെ വന്നപ്പോൾ ഞാൻ ഈ ധ്യാന സെന്ററെ ഓർക്കുകയും മാതാവിനെ മനസ്സിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ജോസ് ബ്രദറിനെ വിളിച്ചു. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടകിൽ വെച്ച് അത്ഭുതകരമായ വിധം ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലിനെ പിടിക്കാൻ സാധിക്കുകയും അവിടുന്ന് 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് ഉടൻ തന്നെ പുറപ്പെടുകയും അവിടുന്ന് ചെന്ന അന്ന് രാത്രി തന്നെ ആ ജോസഫ് ഡീനോ മെയിൻ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയെ കൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇത്ര വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചത് തന്നെ അത്ഭുതമായിട്ട് എൻ്റെ മേലുദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഈ ധ്യാനത്തിന് ഞാനും ഭാര്യയും 3 മക്കളും കൂടിയാണ് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ധ്യാനത്തിലെ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ 3 മക്കൾക്കും മാതാവിന്റെ സാമീപ്യം
ദൃശ്യമായി എന്നുള്ളതാണ്. 3 മക്കളും കൂട്ടത്തിലുണ്ടായിരുന്ന 2 സിസ്റ്റേഴ്സും, 2 ഈ ധ്യാന സെന്ററിൽ പ്രവർത്തിക്കുന്ന 2 സഹോദരിമാരും 5 പേർക്ക് ഒരേ സമയം മാതാവിന്റെ സാന്നിധ്യം, മാതാവിന്റെ ചലനം, മാതാവിന്റെ ആ ശക്തമായ സാമീപ്യം അവർക്ക് കാണാൻ സാധിച്ചു, നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. അതുപോലെ മക്കൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. മക്കൾ കൂടി വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടും എൻ്റെ കുടുംബം നവീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ മാതാവിന്റെ മാതാവിന്റെ മാനസിന് ഒരുപാട് നന്ദി പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.